ഹലോ, എസ്റ്റേ ഫാഷൻ ബൊട്ടീക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. പിന്നെ നമ്മൾ വീണ്ടും വന്നിരിക്കുന്ന കുറച്ച് ഹാൻഡ് പിക്ക് കളക്ഷൻ സാരീസ് ആയിട്ടാണ്. നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ ആയിട്ട് വീണ്ടും കുറച്ച് പേസ്റ്റൽ ഷെയ്ഡ് സാരീസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയലും വർക്കും ഒക്കെയാണ്. ഇപ്പോൾ സാരീസ് കാണിക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊരു ചെറിയ ഡിസ്ക്ലൈമർ പറയുവാണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോസിലൊക്കെ എപ്പോഴും മെൻഷൻ ചെയ്യാറുണ്ട്, നമ്മൾ വീഡിയോസിൽ സാരീസ് അല്ല മെറ്റീരിയൽസ് ഒക്കെ കാണിക്കുമ്പോൾ ആ ഒരു ലൈറ്റിന്റെ ഇഷ്യൂസ് ഒക്കെ കാരണം നമ്മൾ നേരിട്ട് കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ ബ്രൈറ്റർ ആയിട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡൾ ആയിട്ടോ ഒക്കെ നമുക്ക് മെറ്റീരിയൽസിന്റെ കളേഴ്സ് തോന്നാറുണ്ട്. അപ്പൊ നമ്മൾ ലാസ്റ്റ് വൈറ്റ് സാരീസിന്റെ വീഡിയോസ് ഒക്കെ കാണിച്ചപ്പോഴും ഈ പറഞ്ഞ പോലെ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ വൈറ്റ് കുറച്ചുകൂടെ ബ്രൈറ്റർ ആയിട്ടാണ് തോന്നുന്നത്. എക്സാക്ട്ലി ശരിക്കും അത്രയും ബ്രൈറ്റ് ആവണം എന്നില്ല വൈറ്റ്. എസ്പെഷ്യലി നമുക്ക് കോട്ട സാരീസ്, അതായത് സോഫ്റ്റ് കോട്ട ഫാബ്രിക്കിലൊക്കെ വൈറ്റ് എന്ന് പറയുന്നത് അത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള വൈറ്റ് വരാറില്ല. ഓർഗൻഡി സാരീസിൽ, കോട്ടൺ സാരീസിലൊക്കെ വരുന്ന അത്രയും ബ്രൈറ്റ് ആയിട്ടുള്ള വൈറ്റ് നമുക്ക് ഒരിക്കലും സോഫ്റ്റ് കോട്ട ഫാബ്രിക്കിൽ വരാറില്ല. നമുക്ക് ഒത്തിരി ആൾക്കാർ നമ്മുടെ അടുത്ത് ആ മെറ്റീരിയൽ, ആ സാരീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് കുറച്ച് ആൾക്കാർക്ക് ആ മെറ്റീരിയലിനെ കുറിച്ച് പരിചയമില്ലാത്ത കുറച്ച് ആൾക്കാർ നമ്മുടെ അടുത്ത് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ചുകൂടെ ഡൾ ആയിട്ട് അല്ലെ ലൈറ്റർ ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്. എക്സാക്ട്ലി അത്രയും ബ്രൈറ്റ്നസ് ആ ഒരു സാരിക്ക് നേരിട്ട് കാണുമ്പോൾ ഇല്ല എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളൊന്ന് ക്ലിയർ ചെയ്യുവാണ്. ചില ഫാബ്രിക്കിന് വൈറ്റ് വരുമ്പോൾ കുറച്ചൊരു ഡിം ആയിട്ടുള്ള ഷെയ്ഡിലാണ് വരുന്നത്. അതുപോലെയാണ് സോഫ്റ്റ് കോട്ട ഫാബ്രിക്കിൽ വരുന്നത്, കോട്ടണിൽ വരുന്നത് പോലെ അല്ല. അപ്പം ബാക്കി വാങ്ങിച്ച ഒത്തിരി ആൾക്കാർക്കും ഈ പറഞ്ഞുള്ള മെറ്റീരിയലിനെ കുറിച്ച് അറിയാവുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് അവർക്ക് അറിയാം നമ്മൾ വാങ്ങിച്ചിട്ടുള്ള ഇങ്ങനത്തെ മെറ്റീരിയൽസ് ഒക്കെ നേരത്തെ വാങ്ങിച്ച് പരിചയമുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ അല്ലാത്ത ആൾക്കാർക്ക് ഈ ഒരു ഡൗട്ട് വന്നതുകൊണ്ട് ഞാനതൊന്ന് ക്ലിയർ ചെയ്തേ ഉള്ളൂ. വൈറ്റ് മാത്രമല്ല, നമ്മൾ പ്ലെയിൻ സാരീസ് ഒക്കെ കാണിക്കുമ്പോഴും ഞാൻ പറയാറുണ്ട്, ലെമൺ യെല്ലോ പോലത്തെ അല്ലെ പീച്ച് പോലത്തെ ഷെയ്ഡ്സ് ഒക്കെ നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു വൈറ്റിനോട് സിമിലർ ആയിട്ട് കാണാറുണ്ട്. അതായത് ആ ലൈറ്റിന്റെ വെട്ടം അടിക്കുന്നതുകൊണ്ട് അതങ്ങനെ ആ ഒരു വൈറ്റ് ആയിട്ടല്ലേ ബ്രൈറ്റ്നസ് കൂടി കാണിക്കുന്നത്. നമ്മളത് ഡിസ്ക്ലെയിമർ ആയിട്ട് പറയുവാണ്. നമുക്ക് എക്സാക്ട്ലി നമ്മൾ അതുപോലെ ഓരോരുത്തരെയും ഫോണിന്റെ സെറ്റിംഗ്സ് അല്ലെങ്കിൽ ആപ്പിന്റെ സെറ്റിംഗ്സ് അനുസരിച്ചും ഈ ഒരു കളേഴ്സിന് വ്യത്യാസം വരാറുണ്ട്. അപ്പൊ കുറച്ച് ബ്രൈറ്റ്നസ് കൂട്ടിയിട്ടിരിക്കുന്ന ഫോണിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ബ്രൈറ്റർ ആയിട്ട് കളർ കാണും. നമ്മുടെ ഫോണിൽ കാണുന്ന പോലെ ആയിരിക്കണം എന്നില്ല ഒരാളുടെ ഫോണിൽ ഓരോ മെറ്റീരിയലിലെ ഓരോ സാരീസിന്റെ കളേഴ്സ് കാണുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും ഡിസ്ക്ലെയിമർ പറയാറുണ്ട്. ഞാൻ ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. ഇനി നമുക്ക് സാരീസ് കാണാം. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു ബേബി ബ്ലൂ കളറിലുള്ള ചന്ദേരി സിൽക്ക് ഫാബ്രിക്കിലുള്ള സാരിയാണ്. നമ്മൾ എല്ലാ വീഡിയോസിലും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നത്, നേരത്തെ കാണിച്ചത് കോട്ട ഫാബ്രിക് ആയിരുന്നു. അപ്പൊ നമ്മൾ ഫസ്റ്റ് ആയിട്ടാണ് ചന്ദേരി സിൽക്ക് ഫാബ്രിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ചെറിയൊരു ഷൈനിങ് ഒക്കെ ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ചന്ദേരി സിൽക്ക് വരുന്നത്. ഞാൻ ഇതിന്റെ അടിയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇതിന്റെ ട്രാൻസ്പെറൻസി ഇങ്ങനെയാണ് വരുന്നത്. നമ്മുടെ കോട്ടയിൽ വരുന്ന അത്രയും ട്രാൻസ്പെറൻസി വരത്തില്ല, എന്നാലും നല്ല ലൈറ്റ് ആയിട്ടുള്ള കനം കുറഞ്ഞ ഫാബ്രിക്കാണ് ചന്ദേരി സിൽക്ക്. നമുക്ക് ചെറിയ ഫംഗ്ഷൻസിനൊക്കെ കൊടുക്കാവുന്ന പോലത്തെ ഒരു മെറ്റീരിയലാണ് ചന്ദേരി സിൽക്ക് ഫാബ്രിക്. അതിൻ്റെ ഇത്രയും ഈ ഒരു നെറ്റ് കട്ട് വർക്ക് ആണ് വന്നിരിക്കുന്നത്. നേരത്തെ നമ്മൾ കാണിച്ചിട്ടുള്ള ആ ഒരു കട്ട് വർക്ക് തന്നെ ഇതിനകത്തും വന്നിരിക്കുന്നത്. പാറ്റേൺ മീൻസ് ഡിസൈൻസിലൊക്കെ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ആ ഫ്ലവറിനിടയ്ക്കൂടെ ആ ഒരു നെറ്റിന്റെ പോർഷൻ വെച്ചിട്ട് ആപ്ലിക് വർക്ക് വരുന്ന പോലത്തെ കട്ട് വർക്കാണ് വന്നിരിക്കുന്നത്. നെറ്റ് ആപ്ലിക് വർക്ക് എന്നും പറയും, കട്ട് വർക്ക് എന്നും പറയും. കാരണം ഈ ഒരു ഇവിടെ ഈ ഒരു ഭാഗം നെറ്റ് വെച്ചിട്ട് ആപ്ലിക് വർക്ക് ചെയ്തിരിക്കുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ആപ്ലിക് വർക്ക് എന്ന് പറയുന്നവരും ഉണ്ട്, നെറ്റ് കട്ട് വർക്ക് എന്ന് പറയുന്നവരും ഉണ്ട്. അപ്പൊ ഇതിന്റെ ഈ ഒരു 4 ബോർഡറിലും, അതായത് ഇതിന്റെ പല്ലു പോർഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിന്റെ പല്ലു പോർഷനിലാണെങ്കിലും 4 വശത്തോട് വരുന്ന ബോർഡർ പോർഷനിലാണെങ്കിലും ഈ സാരിയിൽ ഫുള്ളായിട്ട് ഈ ഒരു വീതിയിൽ ഇതുപോലത്തെ ഫ്ലോറൽ ഡിസൈനിലുള്ള കട്ട് വർക്കാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ ഫുൾ ബോർഡറിലും ഇതുപോലെ സ്കാലപ്പ് വർക്കും വന്നിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കൊരു ഒക്കേഷനിലൊക്കെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്ന പോലത്തെ ഒരു സാരി പാറ്റേൺ ആണ്. നേരത്തെ നമ്മൾ നെറ്റ് കട്ട് വർക്ക് പാറ്റേൺസ് ഒക്കെ കാണിച്ചപ്പോൾ ഒത്തിരി ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് കോട്ട ഫാബ്രിക് അല്ലാതെ ഡിഫറെന്റ് ഫാബ്രിക്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്ന. അത് പ്രകാരം നമ്മൾ ചന്ദേരി സിൽക്ക് ഫാബ്രിക്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പാറ്റേൺ ആണിത്. ഇതാണ് ഇതിന്റെ പല്ലു പോർഷൻ എന്തായിട്ട് വരുന്ന ഭാഗം ഇതാണ്. ഇത് 2 വശത്തോട്ടുള്ള ബോർഡറിൽ ഇതുപോലെ ഈ ഒരു വർക്ക് വരുവാണ്. ഇതുണ്ട് 2 വശത്തുള്ള ബോർഡറിൽ ഇതുപോലെ ഇങ്ങനെ ഈ ഒരു വർക്ക് വന്നിരിക്കുവാണ്. ഫുൾ ആ ബോർഡറിൽ നമ്മൾ ഉടുത്ത് വരുമ്പോൾ നമുക്ക് സാരി വരുന്ന ഫുൾ ബോർഡറിലും ഈ ഒരു വർക്ക് വരും. അതുപോലെ ഇതിന്റെ ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ബ്ലൗസ് പോർഷനിൽ വരുമ്പോഴും ഇതുപോലെ ഈ സ്ലീവ്സിൽ ഇതുപോലെ ഈ ഒരു സ്ലീവ്സിന്റെ നല്ല വശം വരുന്നത്. ഈ സ്ലീവിന്റെ രണ്ട് സ്ലീവിലും ഇതുപോലത്തെ ഒരു ഫ്ലവറും കുറച്ച് ലീഫുള്ള പാറ്റേൺ വരും. അതുപോലെ സ്ലീവിന്റെ എൻസിൽ വരുമ്പോൾ ഇതുപോലെ സ്കാലപ്പ് വർക്കും വരുന്ന പോലെ സെയിം കളർ ടോണിൽ വരുന്ന സെയിം വർക്കിൽ വരുന്ന പോലത്തെ വർക്കുള്ള, അതായത് ആ നെറ്റ് കട്ട് വർക്കുള്ള അത്രയും വലിയ ഡിസൈനിൽ തന്നെ നെറ്റ് കട്ട് വർക്കുള്ള ഒരു പാറ്റേണിലുള്ള ഒരു ബ്ലൗസും ഇതിന്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ചന്ദേരി സിൽക്ക് ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ ഇതിന് ചെറിയൊരു ഷൈനിങ് ഒക്കെ ഉണ്ട്. നമുക്കൊരു ഒക്കേഷൻ, ഒരു ഫംഗ്ഷൻ ഒക്കെ സിമ്പിൾ ആയിട്ട് നന്നായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ഓഫ് സാരിയാണ്. നമുക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നമ്മൾ നേരത്തെ കാണിച്ചതിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു പാറ്റേൺ ആണിത്. ഈ ഒരു കനം കുറഞ്ഞതും ഇത്രയും ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫാബ്രിക്കും ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ക്യാരി ചെയ്യാനായിട്ടും ഒക്കെ ഈസി ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 3029 ആണ്, 3029 ആണ് ഈ ഒരു സാരിയുടെ പ്രൈസ് വരുന്നത്. ഞാൻ ഓൾറെഡി വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കളർ ഷെയ്ഡ്സ് ഒക്കെ വരുമ്പോഴത്തേനും
കുറച്ചും കൂടെ ബ്രൈറ്റർ ആയിട്ടായിരിക്കും നമുക്ക് വീഡിയോയിൽ തോന്നുന്നത്. ഇത് എക്സാക്ട്ലി ഒരു ബേബി ബ്ലൂ ഷെയ്ഡാണ്, ലൈറ്റ് ആയിട്ടുള്ള ബേബി ബ്ലൂ ഷെയ്ഡാണ്. പക്ഷെ വീഡിയോയിൽ വരുമ്പോൾ കുറച്ചുകൂടി ഒരു ഡാർക്ക് ഒരു സ്കൈ ബ്ലൂവിൻ്റെ ഒരു ബ്രൈറ്റ് ഷെയ്ഡ്സ് ആയിട്ടൊക്കെ നമുക്ക് വീഡിയോയിൽ വരാൻ സാധ്യതയുണ്ട് ലൈറ്റിൻ്റെ ഇഷ്യൂസ് കാരണം. പക്ഷെ എന്നാലും ഫോട്ടോസൊക്കെ നമ്മൾ കഴിവതും എക്സാക്ട് കളറിലാക്കി നമ്മൾ കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് നേരിട്ട് എൻക്വയറി ചെയ്യുമ്പോൾ തരാനായിട്ട് ശ്രമിക്കുന്നതാണ്. എന്നാലും ചില ഷെയ്ഡ്സ് ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമുക്ക് എത്ര വന്നെന്ന് പറഞ്ഞാലും ക്യാമറയിൽ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് അത് കാണിക്കാനായിട്ട് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് ലൈറ്റ് ആയിട്ടുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ്, നല്ലൊരു പേസ്റ്റൽ ബ്ലൂ ഷെയ്ഡാണ്. നമുക്ക് പേസ്റ്റൽ ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെടുന്ന പോലത്തെ എല്ലാ സ്കിൻ ടോണിലുള്ള ആൾക്കാർക്കും ഇടാവുന്ന പോലത്തെ ഒരു നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ്. ഇതിന്റെ നെക്സ്റ്റ് ഷെയ്ഡായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഈ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. നമുക്ക് നേരത്തെ കോട്ടയിലൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി ഒരു ബേജ് ഐവറി ഷെയ്ഡൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു പാറ്റേണിന് പകരം ഇതിനകത്ത് നമുക്ക് കുറച്ചും കൂടെ ഓഫ് വൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡിലാണ് ഈ വർക്ക് വന്നിരിക്കുന്നത്. നല്ലൊരു ഷൈനിങ് ഒക്കെ ഉള്ള ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഈ ഓഫ് വൈറ്റിലും ഈ സാരി നല്ലൊരു പാർട്ടി വെയർ ഫിനിഷ് ഉള്ള ഒരു സാരി തന്നെയാണ്. ഇതിന്റെ ബോർഡറും ഫുൾ നമ്മൾ നേരത്തെ കണ്ട അതേ ഡിസൈനിൽ തന്നെയുള്ള കട്ട് വർക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ആ നെറ്റ് കട്ട് വർക്കിന്റെ എല്ലാ എലഗൻസും ഈ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലും നല്ല ഭംഗിയായിരിക്കും. ഈസ്റ്റർ കളക്ഷൻ ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓഫ് വൈറ്റ് ഒത്തിരി എൻക്വയറീസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓഫ് വൈറ്റിന്റെ കുറെ കളക്ഷൻസ് പുതുതായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വീഡിയോസിലൊക്കെ ആയിട്ട് നമുക്ക് ഓഫ് വൈറ്റിന്റെ കുറച്ച് വേരിയേഷൻസ് വരുന്നുണ്ട്. കുറെ ആൾക്കാരൊക്കെ ചോദിച്ച പ്രകാരം നമുക്ക് ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം. ഇതിങ്ങനെ നമ്മൾ ഷോൾഡറിൽ വെച്ചാൽ ഇതിന്റെ ഒരു വർക്ക് എങ്ങനെ വരും എന്നുള്ളതൊന്ന് ജസ്റ്റ് വെച്ചുകൂടെ കാണിക്കാം. ബാക്കിയെല്ലാം സെയിം ആയിട്ട് തന്നെയാണ് എല്ലാ ഷെയ്ഡ്സിലും വരുന്നത്. ഇത് കണ്ട് ഇതിന്റെ ഷോൾഡറിൽ വെക്കുമ്പോഴത്തേനും എന്നാൽ നമുക്ക് സിംഗിൾ ലെയർ ആയിട്ട് വേണമെങ്കിലും അതുപോലെ കുത്തി കൊടുക്കാനാണെങ്കിലും ഈ ഒരു ഫാബ്രിക് നല്ല ഭംഗിയായിരിക്കും. ഇതിന്റെ ബ്ലൗസിലും ഓൾറെഡി ഈ വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു വിത്ത് ബ്ലൗസ് തന്നെ പെയർ ചെയ്യുമ്പോഴായിരിക്കും ഈ ഒരു സാരിക്ക് കൂടുതൽ ഭംഗി വരുന്നത്. ഫുൾ ബോർഡറിലും ഈ ഒരു വർക്ക് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് അഴിച്ചിട്ടാണെങ്കിലും ഈ ചെസ്റ്റ് പോർഷനിലെല്ലാം ഈ ഒരു വർക്ക് വരും. അതുപോലെ കുത്തി കൊടുക്കുകയാണെങ്കിലും രണ്ട് എൻഡിലും ഈ ഒരു നെറ്റ് കട്ട് വർക്ക് വരുന്നത് കൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് ആ വർക്കിന്റെ എലഗൻസ് മൊത്തം കൊടുത്ത് വരും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫുൾ ആ ഒരു സ്കാലപ്പ് വർക്കും വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഈ ഒരു സാരീസിലൊരു സ്കാലപ്പ് വർക്ക് വരുന്നത്. അതും ഈ ഒരു സാരിയിൽ ഫുൾ ബോർഡറിലും ബ്ലൗസിന്റെ സ്ലീവ്സിന്റെ എൻഡിലും ആ ഒരു സ്കാലപ്പ് വർക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു സാരി വരുന്നത്. ഇതിനും ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ മറ്റേ ബ്ലൂവിൽ കാണിച്ച അതേ പാറ്റേണിൽ തന്നെയുള്ള ഫ്ലവർ ഡിസൈൻ വരുന്ന പോലത്തെ ബ്ലൗസ് അറ്റാച്ച്ഡ് ആയിട്ട് ഈ ഒരു സാരിയിലും വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ഒരു ബേബി പിങ്ക് ഷെയ്ഡാണ്. സെയിം വർക്ക് തന്നെ ബേബി പിങ്ക് ഷെയ്ഡിൽ വന്നിരിക്കുന്നതാണ്. ഡിസൈൻസ് എല്ലാം സെയിം തന്നെ. നമുക്ക് ഇതിനകത്ത് കാണിക്കുന്ന എല്ലാ ഡിസൈൻസും സെയിം പാറ്റേൺ തന്നെയുള്ള ഫ്ലോറൽ ഡിസൈൻസാണ് വന്നിരിക്കുന്നത്. ലീഫും ഫ്ലവറും ആ ഒരു ഡിസൈൻ സെയിം ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ നമ്മൾ കോട്ടയിൽ വരുന്ന ആ ഒരു പിങ്ക് ഷെയ്ഡല്ല നമുക്കിതിൽ വന്നിരിക്കുന്ന കുറച്ചും കൂടി ഒരു ബേബി പിങ്ക് ആയിട്ടുള്ള കുറച്ചുകൂടി ഒരു ലൈറ്റർ ഷെയ്ഡ് പിങ്ക് ആണ് നമുക്കിതിൽ വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി മറ്റു മെറ്റീരിയലൊക്കെ പറഞ്ഞതുപോലെ ആ ഒരു ഷൈനിങ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിതൊരു പാർട്ടി വെയർ ആയിട്ട് ചെറിയൊരു ഫംഗ്ഷന് കൊടുക്കാനായിട്ട് നല്ലൊരു മെറ്റീരിയലാണ് ഈ ചന്തേരി സിൽക്സ്. നമുക്ക് സൽവാറിനൊക്കെ ഒത്തിരി മൂവിങ് ആയിട്ട് സാധാരണ വരാറുള്ളൊരു ട്രെൻഡിങ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ചന്തേരി സിൽക്ക്. ചന്തേരി സിൽക്കിൽ സാരീസ് വരുമ്പോഴും അതുപോലെ തന്നെ നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ആ ഒരു എല്ലാ കാറ്റഗറി ആൾക്കാർക്ക്, അതായത് ഏജ് ആണെങ്കിലും അതുപോലെ സാരീസ് ഒക്കെ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നവർക്കും ഒക്കെ ആണെങ്കിലും ഒക്കെ ഉപയോഗിക്കാം. അതായത് ഡെയിലി വെയർ ആയിട്ടൊന്നും സാരി ഉപയോഗിക്കുന്നില്ല, ഒരു ഫംഗ്ഷന് മാത്രം സാരി ഉപയോഗിക്കുന്നവർക്കൊക്കെ മാത്രമാണെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. കാരണം നന്നായിട്ട് ഒതുങ്ങി നിൽക്കുന്നത് കൊണ്ടും ഉടുക്കാനൊക്കെ കുറച്ചും കൂടി എളുപ്പമുള്ളത് കൊണ്ടും അതിനൊക്കെ പറ്റുന്ന പോലത്തെ നല്ലൊരു മെറ്റീരിയൽ സാരിയാണ്. പിന്നെ നേരത്തെ കാണിച്ച പോലെ തന്നെ ബാക്കിയെല്ലാം ഫുൾ ബോഡി ബോർഡറിലും സ്കാലപ്പ് വരുന്നുണ്ട്, ഫുൾ വർക്കും വരുന്നുണ്ട്. ഞാൻ എല്ലാ സാരീസും ഫുൾ തുടയ്ക്കുന്നില്ല. ബ്ലൗസ് ഇതിനകത്തും സെയിം പാറ്റേണിൽ തന്നെയാണ് ബ്ലൗസ് വന്നിരിക്കുന്നത്. സ്ലീവിൽ രണ്ടിലും വർക്ക് വരുന്നത് പോലെ ഒരു പാറ്റേണിലാണ് ബ്ലൗസ് വന്നിരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ചെറിയ കളർ വേരിയേഷൻസ് ഒക്കെ നമ്മുടെ ലൈറ്റ് ഇഷ്യൂസ് കാരണം ഉണ്ടാവും. എന്നാലും ഞാൻ അതുകൊണ്ട് എടുത്തെടുത്ത് കളർ പറയുന്നത്. നമ്മൾ നേരിട്ട് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസ് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഈ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ്. നല്ല രസമുള്ളൊരു നല്ല പ്ലസന്റ് ആയിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ്. നമ്മുടെ പിസ്ത ഗ്രീൻ്റെ ഒക്കെ സിമിലർ ആയിട്ടുള്ള കുറച്ചും കൂടെ ഒരു പേസ്റ്റൽ ഗ്രീൻ എന്ന് പറയാൻ പറ്റും. എക്സാക്ട് പിസ്ത ഗ്രീൻ ഷെയ്ഡ് അല്ല, കുറച്ചുകൂടി ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. നമ്മുടെ ഒരു തളിരെല്ലയുടെ ഒക്കെ കളറിലുള്ള ഒരു ബ്ലൂ ഒരു ഗ്രീൻ എന്ന് പറയാൻ പറ്റും. അത്രയ്ക്ക് നല്ലൊരു ഭംഗിയുള്ളൊരു ഗ്രീൻ കളറാണ്. എല്ലാവർക്കും കുറച്ചും കൂടെ എല്ലാവരെയും കുറച്ചുകൂടി ബ്രൈറ്റർ ആക്കാനും കുറച്ചും കൂടെ ഒരു നല്ലൊരു ഭംഗി കൊടുക്കുന്ന ഒരു നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ്. ഈ എല്ലാ സാരീസിൻ്റെയും പ്രൈസ് വരുന്നത് 3029 ആണ്. ഷിപ്പിംഗ് ചാർജ് അഡീഷണൽ ആണ്, നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ തന്നെ. അപ്പം ഇതിൻ്റെ പ്രൈസ് ഞാൻ ഒന്നുകൂടെ പറയുവാണ്, 3029, 3029 ആണ് ഇതിൻ്റെ പ്രൈസ്. ലാസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഈ ഒരു പീച്ച് ഷെയ്ഡാണ്.
പീച്ചും നമുക്ക് എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡാണ്, എല്ലാവർക്കും ഒക്കെ ചേരുന്ന ഒരു കളറാണ് പീച്ച് കളർ. എല്ലാ കോംപ്ലക്ഷനുള്ളവർക്കൊക്കെ ചേരുന്ന ഒരു കളറാണ്. ഇതിൻ്റെയും ഡിസൈൻ വരുന്നത് സെയിം ആയിട്ടുള്ള ഡിസൈനാണ്. ബ്ലൗസും അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നുണ്ട്. പ്രൈസും സെയിം പ്രൈസ് റേഞ്ച് വരുന്ന സാരീസ് ആണ്. നമുക്ക് ഈ ഒരു സെയിം പാറ്റേണിൽ സെയിം ഡിസൈനിൽ വന്നിരിക്കുന്ന 5 ഷെയ്ഡ്സ് ആണ് ഇപ്പോൾ നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് കാണിച്ചത് സ്കൈ ബ്ലൂ, ആ ഒരു ബേബി ബ്ലൂ കളറ്, ഓഫ് വൈറ്റ് കളറ്, പിങ്ക്, ഗ്രീന്, പീച്ച്, ഇങ്ങനെ 5 ഷെയ്ഡ്സിലാണ് നമുക്ക് ഈ ഒരു പാറ്റേൺ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ ഏതെങ്കിലുമൊക്കെ കളേഴ്സ് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള ഷെയ്ഡ്സ് പറയുന്നതായിരിക്കും. ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ നേരത്തെ എൻക്വയറീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാരണം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തും ആൾക്കാർ നമ്മുടെ അടുത്ത് ഏത് അവൈലബിൾ സ്റ്റോക്ക് ഉള്ളതെന്ന് കാണിക്കുമ്പോൾ ഈ ഫോട്ടോസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ട് സാരീസ്. എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് സാരീസ് ഡിസ്പാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ എല്ലാ സാരീസിൻ്റെയും, നമ്മുടെ വൈറ്റ് സാരീസിൻ്റെ ആണെങ്കിലും ഒക്കെ റീസ്റ്റോക്ക് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സാരീസിൻ്റെയൊക്കെ റീസ്റ്റോക്ക് നമുക്ക് ഉടനെ തന്നെ പ്രാക്ടിക്കൽ ആകുമോ എന്ന് അറിയത്തില്ല. എന്നാലും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. എല്ലാ സാരീസും നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് ഈ സ്റ്റോക്ക് തന്നെ വാങ്ങിക്കാനായിട്ട് താല്പര്യമുള്ളവർ വാങ്ങിക്കുക. അത് നമ്മൾ റീസ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ ഇൻഫോം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നവരുടെ റീസ്റ്റോക്ക് വരുവാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഇൻഫോം ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ടോ നെക്സ്റ്റ് വീഡിയോ ആയിട്ടോ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.